ഹലോ. ഇന്ന് നമുക്കില്ലേ നമ്മുടെ തലശ്ശേരിക്കാർ എപ്പോഴും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതിന് മുന്നേ കഴിക്കുന്ന ഒരൈറ്റമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എല്ലാം അറിയാം ഇതെന്താണ്. കാരണം നമ്മുടെ തലശ്ശേരി പിയാപ്പിളമാർക്കൊക്കെ എപ്പോഴും രാവിലെ കൊടുക്കുന്ന ഒരു ഐറ്റം ആയിരിക്കട്ടെ ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 4 ഇതുപോലത്തെ ഈ ഒരു വലുപ്പമുള്ള ബനാന എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. അപ്പോൾ ഈ ഒരു വലുപ്പം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നേർങ്ങനെ അല്ലാണ്ട് ഇച്ചിരി തടിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പരിപാടിയെല്ലാം സിമ്പിളാണ് കേട്ടോ. ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ, പശു നെയ്യ്. അതൊഴിക്കാം. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്നട്ടും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു കളറ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴമില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് നമുക്കില്ലേ രാവിലെ ചായൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാ പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി മുട്ട എടുക്കുക കേട്ടോ. അപ്പോൾ 2 മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുട്ട എടുക്കുക. അപ്പോൾ ഒരുപാട് മുട്ടയുടെ ആവശ്യമൊന്നുമില്ല, 2 മുട്ട മതിയാകും. അപ്പോൾ അത് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്കിതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പഴം നല്ലോണം പഴുത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ടയും പഴമൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം മുട്ട ഇതുപോലെ ഇങ്ങനെ അടുക്കി പിടിക്കും. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ചിക്കി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു മുട്ടയും പഴവും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മേലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് എപ്പോഴും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും, ഉമ്മമാർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.